ഗായ്സ്, വീട്ടിൽ നിന്ന് വിട്ടിരുന്ന ഡേറ്റ് ചെയ്ത ദിവസമായത് ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹോസ്പിറ്റലിൽ പോയേണ്ട ദിവസമാണ്, എനിക്ക് പോലും ഓർമ്മയില്ലായിരുന്നു. പിന്നെ രാവിലെ ഹോസ്പിറ്റലിലെ മാമ വിളിച്ചാണ് ഓർമ്മിപ്പിച്ചത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് എത്തി. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ക്യൂലൊക്കെ നിന്നിട്ട് നമ്മൾ ഫൈനലി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ എഴുതുന്നു. അങ്ങനെ മരുന്ന് മേടിക്കാൻ വന്നപ്പോൾ എൻ്റെ മുന്നോ ഇവിടെയും ക്യൂ. അങ്ങനെ ഇവിടെയും ക്യൂവിൽ നിന്നിട്ട് അവസാനം ഫൈനലി മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ പോകാമെന്ന് വിചാരിച്ചത് നമ്മുടെ വാർഡിലോട്ടാണ്. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് വാർഡിൽ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വാർഡിൽ വന്ന് നോക്കിയപ്പോൾ ദീപാവലിയൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുണ്ടായിരുന്ന സമയത്തുള്ളവരൊക്കെ ഡിസ്ചാർജായി പോയി. പിന്നെ കുറച്ച് നേരം നേഴ്സുമാർക്കൊക്കെ സംസാരിച്ച് ഞാൻ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ നേരെ പോയി നമ്മുടെ ക്യാൻറ്റീനിലോട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയിട്ട് ഒരു നൂഡിൽസ് ഓർഡർ ആക്കി. ഇവിടുത്തെ നൂഡിൽസ് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നൂഡിൽസൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച കണ്ണാടിയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? പിന്നെ പോയിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഒരു കോൾ വന്നിട്ട് ഞാൻ സംസാരിച്ചതിന് ശേഷം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ അതും കൂടി വായി നോക്കിക്കൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് ഞാൻ നേരെ നമ്മുടെ ഫ്ലാറ്റിലോട്ട് എത്തി. ഫ്ലാറ്റിലെത്തിയതിന് ശേഷം ഞാൻ വണ്ടിയുടെ ചാവി ഒന്ന് ഓഫ് ആക്കിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് സമാധാനമായത്. പിന്നെ കുറച്ചുകൂടി സമാധാനമാക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് തണുത്ത വെള്ളം അങ്ങോട്ട് എടുത്ത് കുടിച്ചു. പിന്നെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.